സാധാരണ ഞാൻ ദിവസം അമ്പലത്തിൽ പോകുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ ചില ദിവസങ്ങളിൽ എന്തോ കുറച്ചു നേരമൊക്കെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കണം എന്ന് തോന്നില്ലേ? അങ്ങനെ തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ പലപ്പോഴും വീടിന്റെ തൊട്ടടുത്തുള്ള ശിവന്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ പോവാറ്. ഇപ്പൊ അമ്പലത്തിൽ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്. എങ്കിലും ഈ ദീപാരാധനയ്ക്കും അത്താഴപൂജയ്ക്കും ഇടയ്ക്കുള്ള ആ ഒരു സമയം ഉണ്ടല്ലോ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ആ സമയത്ത് തിരക്കുകൾ കുറവായിരിക്കും. നമുക്ക് സമാധാനമായിട്ട് തൊഴുത് കുറച്ചു നേരം അവിടേക്ക് ഇരിക്കാനും നടക്കാനും ഒക്കെ പറ്റും. അങ്ങനെ അകത്ത് കയറി തൊഴുതതിന് ശേഷം പുറത്തു കൂടി പ്രദക്ഷിണം വെച്ച് നടക്കുമ്പോൾ അവിടെയുള്ള ഓരോ കാഴ്ചകളും കുറച്ചു നേരം നോക്കി നിൽക്കാൻ തന്നെ നല്ലൊരു സുഖമാണ്. അപ്പൊ മഴയില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ആകാശത്തൊക്കെ നല്ല തെളിഞ്ഞ നക്ഷത്രമൊക്കെ കാണാം. അപ്പൊ ഇരുട്ടിലിങ്ങനെ ഈ നക്ഷത്രങ്ങൾ നിൽക്കുന്നതും അതൊക്കെ നോക്കി നിൽക്കുന്നതിന് ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഭഗവാന്റെ ഈ ഫോട്ടോസിലൊക്കെ കാണുന്ന ബാക്കിൽ കാണുന്ന കൈലാസം, ഹിമാലയം, ഇതൊക്കെ കാണാൻ എനിക്ക് പ്രത്യേക ഇഷ്ടമാണ്. കാരണം എനിക്ക് എന്തെങ്കിലും ഒരിക്കൽ അവിടെ പോകണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹവും ഉള്ളിലുണ്ട്. ഭജനയൊക്കെ നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു തിരക്കില്ലാത്ത അന്തരീക്ഷത്തിൽ ഇതൊക്കെ കേട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു മനസ്സിന് എന്തോ ഒരു സമാധാനം കിട്ടുന്ന പോലെയാണ്. ചുറ്റുമുള്ള വിളക്കുകള്, മരങ്ങള്, അമ്പലത്തിന്റെ ആ അന്തരീക്ഷത്തിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. പിന്നെ കൊടിമരം, കുളം, ഇതൊക്കെ കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനും നമുക്ക് ഭയങ്കര ഒരു സമാധാനമാണ്. അപ്പോൾ അതും എൻ്റെ കൂടെ എപ്പോഴും വരാറുണ്ട്. അവൻ വേറൊന്നിനും അല്ല, അമ്പലത്തിൽ ഒരുപാട് സ്ഥലം ഉള്ളതുകൊണ്ട് ആ മണ്ണിലൊക്കെ കുറച്ചു നേരം കളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ തന്നെ അമ്പലത്തിന്റെ ആൽമരവും അതുപോലെ തന്നെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന ആൽമരത്തിന്റെ വേരുകളും ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ, നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. അപ്പൊ അമ്പലമായാലും പള്ളിയായാലും വിശ്വാസം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. പക്ഷെ മനസ്സിന് കുറച്ച് സമാധാനം കിട്ടുന്ന സ്ഥലവും നിമിഷങ്ങളും അതെല്ലാവർക്കും ഒരുപോലെ വിലപ്പെട്ടതാണ്. അങ്ങനെ ഇന്നത്തെ ഈ ചെറിയ യാത്ര ഇവിടെ അവസാനിക്കട്ടെ. അപ്പൊ വഴികൾ ഇനിയും ബാക്കിയുണ്ട്, യാത്രകൾ ഇനിയും ബാക്കിയുണ്ട്.